എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ അറിയാതെ പോകരുത് ഈ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ കാലാതീതമായൊരു വീഡിയോ ആണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് എപ്പോഴും കാണുമ്പോഴൊക്കെ ബാധകമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. അജ്ഞാതമായൊരു കാർഡ്. ആ കാർഡിൽ ഈ ഒന്നാമത്തെ കാർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ചില വ്യത്യാസങ്ങളാണ്. ഒന്നാമത്തെ കാർഡിൽ കിരീടം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഇത് നേതൃത്വത്തെ, അധികാരത്തെ, വിജയത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കാര്യം നേടിയിരിക്കുന്നു, ഒരു കാര്യം നയിക്കുന്നു, ഒരു കാര്യം ശക്തിയോടെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾക്കൊരു പക്ഷേ നേതൃത്വം കൂടുതൽ വേണ്ടി വരും. നേതൃത്വ പാടവം നിങ്ങൾ കാണിക്കേണ്ടി വരും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ അതിന് ഒരു ശക്തി ലഭിക്കണമെങ്കിൽ, അതിനൊരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നേതൃത്വപരമായ ചില ഗുണങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ നേതൃത്വപരമായ ഗുണങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്, വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമുള്ള ജീവിതത്തിൽ തിരിച്ചടികൾ ഇല്ലാതിരിക്കാൻ, നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വ പാഠവും മറ്റും നിങ്ങൾ സ്വീകരിക്കുക. അധികാരം ഉപയോഗിച്ചുകൊണ്ട് നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. കൃത്യമായ ഒരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുള്ള ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പരിഗണിച്ചില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് നിങ്ങൾ പോയേക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് നൽകുന്നൊരു സൂചന ഇത് തന്നെയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ ഒരു നിർണായകമായ സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക, മുന്നോട്ട് പോവുക. നമുക്ക് മധ്യത്തിലെ കാർഡിലേക്ക് പോകാം. നടുവിലുള്ള കാർഡിലൊരു പുഷ്പമാണ് കാണുന്നത്. പൊട്ടിമുളക്കുന്ന പുഷ്പത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇത് പുതിയ തുടക്കത്തെയും വളർച്ചയെയും സൃഷ്ടിപരമായ ശക്തിയെയും, നിങ്ങളുടെ കാര്യങ്ങൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വരികയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥതലങ്ങളും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളിലേക്കുള്ളൊരു യാത്ര സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ പ്രതിപാദിപ്പിക്കാം. പൊട്ടിമുളക്കുന്ന പ്രണയമോ പൊട്ടിമുളക്കുന്ന പ്രതീക്ഷയോ തകരാതെ പോകുന്ന ചില കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു. ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധമായി നിങ്ങളുടെ ബന്ധം മാറും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സത്യസന്ധമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക. ഏതെങ്കിലും തരത്തിൽ ഒരു സത്യസന്ധമല്ലാത്ത, മനസ്സിൽ ഇരുള് പ്രകടമാകുന്ന ഒരു നീക്കമോ ഒരു കാര്യമോ ചെയ്താൽ അത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കും, അത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. ഏതായാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. നമുക്ക് ഏറ്റവും അവസാനത്തെ കാർഡ്, ഏറ്റവും അവസാനത്തുള്ള കാർഡിലേക്ക് തന്നെ പോകാം. വലതുവശത്തായിട്ട് നിങ്ങൾ കാണുന്ന കാർഡിലേക്കാണ് നാം പോകുന്നത്. ഒരു മന്ത്രശക്തി വരുന്ന, അത്ഭുതം സംഭവിക്കാൻ പോകുന്ന, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഒരുപക്ഷെ തള്ളിയിട്ടിരിക്കാം. ഇവനോ അല്ലെങ്കിൽ ഇവളോ ഒന്നിനും കൊള്ളുകയില്ല, ഒന്നും നേടുകയില്ല എന്ന് പറഞ്ഞാൽ തള്ളിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ ഒക്കെ ഒരു കാര്യം വരുന്നു. അജ്ഞാതമായ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ പോകുന്നു. അജ്ഞാതമായ പല വിഷയങ്ങളിലും നിങ്ങൾക്ക് അറിവ് കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റിയുടെ കാലഘട്ടം ഉണ്ടാകുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു.
ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങളെ അവഗണിക്കപ്പെട്ട നിലയിൽ നിങ്ങളുണ്ടായിരുന്നു. ആരും പരിഗണിക്കാത്ത, അവഗണിക്കപ്പെട്ട, എല്ലാവരാലും അവഗണിക്കപ്പെട്ട നിലയിൽ നിന്ന് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്കൊരു കൃത്യമായ മുന്നേറ്റം ഉണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയാത്മകമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുക. നിങ്ങൾക്ക് അനുകൂലമല്ല സാഹചര്യങ്ങളെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളേക്ക് അനുകൂലമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും, നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കടിഞ്ഞാൺ നഷ്ടപ്പെടാതിരിക്കുക. അതിൽ സൃഷ്ടിപരമായ വളർച്ചയുടെ തലമുണ്ട്. പക്ഷെ സത്യത്തെ മുറുകെ പിടിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വളർച്ചയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.